ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നവർ അവിടെ ക്ഷേത്ര മതിലകത്തിന് പുറത്തെ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ഒരു ഗണപതി ക്ഷേത്രം കണ്ടിട്ടുണ്ടാവുമല്ലേ? വിഘ്നേശ്വരൻ്റെ തൃക്കാൽക്കൽ നാളികേരം മുടച്ച് കുമ്പിട്ട് തൊഴാനുള്ള ഐശ്വര്യമായൊരിടമാണ് ഈ ഗണപതി സന്നിധി. ആപ്പീസ് ഗണപതി, കാര്യാലയ ഗണപതി, ദേവസ്വം ഗണപതി, അത്തി ഗണപതി എന്നെല്ലാം ഈ ക്ഷേത്രത്തിനെ പറയാറുണ്ട്. ചൈതന്യമൂർത്തിയായ ഗണപതി ഭഗവാനെ തൊഴുതതിന് ശേഷം വേണം കണ്ണനെ തൊഴാൻ. എന്നാലേ ദർശനം സുഗമമാവൂ എന്നുള്ളൊരു വിശ്വാസവുമുണ്ട്. ഇന്ന് കാണുന്ന ഗണപതി പ്രതിഷ്ഠ പണ്ട് ഗുരുവായൂർ ക്ഷേത്രക്കുളം വറ്റിച്ചപ്പോൾ കിട്ടിയ ഗണപതി വിഗ്രഹമാണെന്നും അന്നത്തെ സാമൂതിരിപ്പാട് പറഞ്ഞതനുസരിച്ച് ഇന്ന് കാണുന്ന ദേവസ്വം ഓഫീസിന്റെ അടുത്ത് ഒരു തറ കെട്ടി ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചു എന്നും പറയുന്നു. വെള്ളിയാഴ്ച തോറും പൂജ എന്നുള്ളത് പതിയെ എല്ലാ ദിവസവും ഒരു നേരം പൂജ എന്ന രീതിയിലെത്തി. ഇപ്പോൾ 2 നേരവും അവിടെ പൂജ നടക്കുന്നുണ്ട്. മേൽക്കൂരയില്ലാതെ അത്തിമര ചുവട്ടിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ഉത്രം നക്ഷത്രത്തിന്റെ വൃക്ഷമായ അത്തിയുടെ ചുവട്ടിലാണ് ഭഗവാൻ കിഴക്കോട്ട് അഭിമുഖമായി അനുഗ്രഹം ചൊരിയുന്നത്. അതിനാൽ തന്നെ ഉത്രം നക്ഷത്രക്കാർ പ്രത്യേകം വണങ്ങേണ്ട ഗണപതിയും കൂടിയാണ്. ഭഗവാൻ വിഘ്നങ്ങൾ അകറ്റുക മാത്രമല്ല, ഭക്തന്റെ ഗൃഹദോഷങ്ങൾക്കുള്ള ശമനവും ഏകുന്നു. ഗണപതി ഭഗവാന്റെ മുന്നിൽ നാളികേരം എറിഞ്ഞുടച്ച് കറുകമാല, വിളക്ക് ഇവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ ശമിച്ച് സത്ഫലങ്ങൾ ഇരട്ടിയാകുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് ഏറ്റവും വിശേഷമുള്ള വഴിപാടുകളാണ് ഗണപതി പൂജയും ചുറ്റുവിളക്കും. ഗണപതി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള നമ്പീശൻ കുടുംബത്തിലാണ് ഗണപതി പൂജ ഷീട്ടാക്കാൻ ഏൽപ്പിക്കേണ്ടത്. 60 രൂപയാണ് ഷീട്ടാക്കുന്നതിനുള്ള തുക. ഗണപതി ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും ഗണപതി പൂജ നടത്താറുണ്ട്. അതിനാൽ തന്നെ വഴിപാട് നടത്താൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ പേരും നക്ഷത്രവും പറഞ്ഞ് പൂജയ്ക്ക് ഷീട്ടാക്കേണ്ടതാണ്. ഗണപതി പൂജയുടെ പ്രസാദമായ അവിൽ നിവേദ്യം പൂജയ്ക്ക് ശേഷം ഷീട്ടാക്കിയവർക്ക് ലഭിക്കുന്നതാണ്. അത്തിഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിനോട് ചേർന്നു തന്നെ പിറകിലായി നരസിംഹസ്വാമിയെയും കുടിയിരുത്തിയിട്ടുണ്ട്. ദിനം പ്രതി നിരവധി ആളുകളാണ് ഗണപതിയെ വന്ദിക്കാനെത്തുന്നത്. ഏത് സമയത്തും പ്രത്യേകിച്ച് സന്ധ്യയ്ക്ക് തേജസ്സുറ്റ് ആത്മീയമായൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.